2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഏറ്റുമുട്ടുവാൻ പോകുന്നത് കേവലം ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ മാത്രമല്ല. ഭരണപക്ഷത്തിൻ്റെ സഖ്യമായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് ആയ ഇന്ത്യയും ചേർന്നിട്ടാണ്. ശക്തമായ രാഷ്ട്രീയ പോരിന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കളമൊരുങ്ങുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭരണപക്ഷത്തിനെതിരായ സജ്ജമായ ഒരു കവചം തീർത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, മല്ലികാർജുന ഖാർഗെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. നിലവിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവർ ആദ്യം മുൻപോട്ട് വെച്ചത് പേരിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യ എന്ന പേരിനെ ബി.ജെ.പിയുടെ പല മുഖപത്രങ്ങളിലും ബി.ജെ.പിയുടെ വേദികളിലും ഇന്ത്യ എന്നല്ല ഉച്ചരിക്കുന്നത്. പകരം ഒന്നെങ്കിൽ INDIA എന്നോ അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്നുമാണ്. അതായത് ഇന്ത്യ എന്ന ഇന്ത്യൻ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ സഖ്യത്തെ അവരുടെ അതേ പേരിൽ ഉൾക്കൊള്ളുവാൻ ബി.ജെ.പി തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ എന്ന പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു താൽപ്പര്യ ഹർജി കോടതിയിൽ എത്തിയിരിക്കുന്നത്. NDAയും ഇന്ത്യയും തമ്മിലാണ് മത്സരം എന്ന വോട്ടർമാരിലേക്ക് ഒരു ചിന്ത വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ എന്ന പേര് നൽകിയിരിക്കുന്നത് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഗിരീഷ് ഭരദ്വാജ് എന്ന വ്യക്തി ഒരു പൊതു താൽപ്പര്യ ഹർജി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ മൻമോഹന്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി സ്വീകരിച്ചിരിക്കുന്നത്. ഹർജി സ്വീകരിച്ച ഡിവിഷൻ ബെഞ്ച് പ്രതിപക്ഷ സഖ്യത്തിന് തങ്ങളുടെ ഇന്ത്യ എന്ന പേരിന്റെ പിന്നാമ്പുറത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുവാനുള്ള, പേരിന്റെ പിന്നിലെ രാഷ്ട്രീയം അറിയിക്കുവാനുള്ള അവസാന അവസരം നൽകിയിരിക്കുകയാണ്. ഏപ്രിൽ 10 വരെയാണ് ആ അവസരം നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 10 ഈ വിഷയത്തിൽ കോടതി തങ്ങളുടെ നിലപാട് അറിയിക്കുമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായ മൻമോഹൻ അറിയിക്കുകയും ചെയ്തു. ഡൽഹി ഹൈക്കോടതിയാണ് അവസാന അവസരം പ്രതിപക്ഷ സഖ്യത്തിന് നൽകിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിൽ ഹർജി പരിഗണിച്ച് കോടതിയുടെ നിലപാട് അറിയിക്കും എന്നാണ് കോടതി പറയുന്നത്. തെരഞ്ഞെടുപ്പ് രാജ്യവും ഇന്ത്യയും തമ്മിലാണ് എന്നൊരു വാർത്ത വരുത്തി തീർത്ത് രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യ സഖ്യമാണ് എന്ന തരത്തിലേക്കുള്ളൊരു വാർത്ത പ്രചരിപ്പിച്ച ഇന്ത്യ സഖ്യത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശം തന്നെയാണ് ഇന്ത്യ എന്ന് പ്രതിപക്ഷ സഖ്യത്തിന് പേര് നൽകുന്നതിന്റെ പ്രധാന കാരണം എന്ന് തന്നെയാണ് പൊതു താൽപ്പര്യ ഹർജിയിൽ ഗിരീഷ് ഭരദ്വാജ് നൽകിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് ചോദിച്ചപ്പോൾ കൃത്യമായ നിലപാടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, സഖ്യത്തിന്റെ പേര് തീരുമാനിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാൻ സാധിക്കില്ല എന്ന നിലപാടും വാദവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. രാഷ്ട്രീയ സഖ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുവാനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല എന്ന് തീർത്തും കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു. എന്തായാലും ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ സഖ്യത്തിന് കോൺഗ്രസ് നൽകിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷ സഖ്യം പറയുമ്പോൾ അതിന് മറുപടി നൽകുന്നത് ഇന്ത്യ എന്ന പേരിൽ തന്നെയാണ്. എന്നിരുന്നാലും ഇന്ത്യ സഖ്യത്തിനെ കൊണ്ടും ആവില്ല ഇന്ത്യയെ മലർത്തിയടിക്കുവാൻ എന്ന വാർത്തകളും സർവേ റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത്. 400-ൽ പരം സീറ്റുകളോടുകൂടി NDA സർക്കാർ അധികാരത്തിൽ വരും, അതിന് ഇന്ത്യ എന്ന പേര് നൽകി ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല എന്ന തരത്തിൽ തന്നെയാണ് ബി.ജെ.പി പാളയത്തിൽ നിന്നും ഉയരുന്ന വാർത്തകൾ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ എന്ന പേര് പ്രതിപക്ഷ സഖ്യത്തിന് ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകുമ്പോൾ NDA സഖ്യത്തിന് നൽകുന്ന ആത്മവിശ്വാസം 400 സീറ്റിലധികം വിജയിച്ചു വരും എന്ന നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്.